മുംബൈ വിമാനത്താവളത്തിൽ 11.82 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി മലയാളി യുവതി പിടിയിലായി. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത്. ബാങ്കോക്കിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന 11 കിലോ ഹൈഡ്രോപോണിക് കഞ്ചാവുമായി കഴിഞ്ഞ ദിവസമായിരുന്നു വയനാട് സ്വദേശി കസ്റ്റംസിന്റെ പിടിയിലായത്. 2025 മിസിസ് കേരള മത്സരത്തിലെ ഫസ്റ്റ് റണ്ണർ-അപ്പായ മാനന്തവാടി പുതുശ്ശേരി സ്വദേശി ഹർഷ സണ്ണിയാണ് അറസ്റ്റിലായത്. ജൂൺ 10 രാത്രിയിലാണ് ഹർഷ കസ്റ്റംസിന്റെ പിടിയിലാകുന്നത്. ബാങ്കോക്കിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് രാജ്യാന്തര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയതായിരുന്നു ഇവർ. വിമാനത്താവളത്തിലെ പതിവ് നിരീക്ഷണത്തിനിടെ ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ എയർ ഇന്റലിജൻസ് യൂണിറ്റിലെയും കസ്റ്റംസ് വകുപ്പിലെയും ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു എന്നാണ് വിവരം. ഹർഷയുടെ ട്രോളി ബാഗ് പരിശോധിച്ച ഉദ്യോഗസ്ഥർ വാക്വം സീൽ ചെയ്ത 12 പ്ലാസ്റ്റിക് പാക്കറ്റുകളിൽ സൂക്ഷിച്ച നിലയിൽ പച്ച നിറത്തിലുള്ള ഒരു വസ്തു കണ്ടെത്തുകയായിരുന്നു. നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് കിറ്റ് ഉപയോഗിച്ച് നടത്തിയ പ്രത്യേക രാസപരിശോധനയിലാണ് ഇത് ഹൈഡ്രോപോണിക് കഞ്ചാവാണെന്ന് സ്ഥിരീകരിച്ചത്. 11 കിലോയിലധികം തൂക്കം വരുന്ന ഈ ലഹരി മരുന്നിന് രാജ്യാന്തര വിപണിയിൽ ഏകദേശം 11.82 കോടി രൂപ വില മതിക്കും. തുടർന്ന് ഹർഷയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. NDPS നിയമപ്രകാരം ഹർഷ സണ്ണിയെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത് മുംബൈയിലെ ഫോർട്ട് കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മുംബൈയിലേക്കാണോ അതോ രാജ്യത്തെ മറ്റേതെങ്കിലും ഇടത്തേക്കാണോ ലഹരി മരുന്ന് എത്തിച്ചത് എന്നത് സംബന്ധിച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥരും പോലീസും അന്വേഷണം തുടങ്ങി. ഇതിനായി ഹർഷയുടെ യാത്രാ വിവരങ്ങൾ, കോൾ റെക്കോർഡുകൾ തുടങ്ങിയവ പരിശോധിച്ചു വരികയാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹർഷയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനാണ് പോലീസിന്റെ നീക്കം. അതേസമയം ലഹരി മാഫിയയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ യജ്ഞത്തിന്റെ ഭാഗമായി ലഹരി വേട്ടയ്ക്കുള്ള രൂപരേഖ കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് തയ്യാറാക്കി. ഓരോ ജില്ലയിലും 100 പേരെ വീതം തൂഫാൻ വോറിയർമാരായി നിയോഗിക്കും. രഹസ്യ വിവരങ്ങൾ പോലീസിനെ അറിയിക്കുകയാണ് ലക്ഷ്യം. ജില്ലാ പോലീസ് മേധാവി ഓരോ ജില്ലയിലെയും ടീമിനെ തെരഞ്ഞെടുക്കും. ലഹരി മരുന്നിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ പുതിയ വിഭാഗം രൂപീകരിച്ചു. തൂഫാൻ ഇന്റലിജൻസ് ലഹരി വിരുദ്ധ ദിനമായ ഈ മാസം 26-ന് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും തൂഫാൻ യജ്ഞത്തിന് തുടക്കമാകും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മേൽനോട്ടത്തിലാണ് വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നത്. അതേസമയം സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ നിരവധി പേരാണ് ലഹരി മരുന്നുമായി ഓരോ ദിവസവും പിടിയിലാകുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയ റാക്കറ്റുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം.